വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോ നമ്മൾ F1 റേസ് കാണാൻ നേരത്ത് കേൾക്കുന്ന രണ്ട് വേർഡ്സ് ആണ് ഡൗൺ ഫോഴ്സ് ആൻഡ് ഡ്രാഗ്. ഒരു F1 കാറ് വളരെ അതിവേഗത്തിൽ മുൻപോട്ട് പോകാൻ നേരത്ത് അതിന്റെ മുകളിലൂടെ താഴത്തൂടെ കാറ്റ് പുറകിലോട്ട് പോകുന്നുണ്ട്. സോ ഈ താഴത്തൂടെ പോകുന്ന കാറ്റ് ഒരു പ്രത്യേകതര ചാനലിലൂടെ വിടാൻ നേരത്ത് സ്വാഭാവികമായിട്ട് കാറിന്റെ താഴത്തൊരു ലോ പ്രഷർ ഉണ്ടാവുകയും അതിന്റെ ഒപ്പം തന്നെ മുകളിൽ ഒരു ഹൈ പ്രഷർ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഈ ഹൈ പ്രഷർ കാറിന്റെ മുകളിലായിട്ട് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഡൗൺ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഡൗൺ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കാരണം കാർ ഗ്രൗണ്ടിലോട്ട് അല്ലെങ്കിൽ സർക്യൂട്ടിലോട്ട് പതിഞ്ഞിരിക്കുന്നുണ്ട്. ഇതുവഴി കാറിന് കൂടുതൽ ഗ്രിപ്പ് കിട്ടുകയും അതുവഴി കാറുകൾക്ക് ഏകദേശം 150 അല്ലെങ്കിൽ 200 കിലോമീറ്റർ സ്പീഡിൽ വരെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ടേൺ എടുക്കാനും പറ്റും. സോ ഈ കാറ്റ് ഒരു ഡൗൺ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ അതേ സമയം തന്നെ ഈ കാറിന് എതിരായിട്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ റെസിസ്റ്റൻസിനെയാണ് ഡ്രാഗ് എന്ന് പറയുന്നത്. ഡ്രാഗ് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യാൻ നേരത്ത് കൈ പുറത്തോട്ടിട്ടിട്ട് വെർട്ടിക്കലായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലോട്ടൊരു കാറ്റ് വന്ന് തട്ടുകയും ആ കാറ്റ് നമ്മുടെ കൈ പുറകിലോട്ട് കൊണ്ടുപോകുന്നതായിട്ട് തോന്നും. സോ ഇതേ സെയിം എഫക്റ്റ് തന്നെയാണ് ഒരു F1 കാറിന്റെ മുകളിലോട്ട് നടക്കുന്നത്. സോ ചുറ്റിനുമുള്ള കാറ്റ് ആ വണ്ടിയെ താഴത്തോട്ട് ഇരുത്തിയാൽ അതിനെ ഡൗൺ ഫോഴ്സ് എന്നും, ആ വണ്ടിയെ മുൻപിലോട്ട് പോവാതിരിക്കാനായിട്ട് റെസിസ്റ്റൻസ് കൊടുത്താൽ അതിനെ ഡ്രാഗ് എന്നും പറയും. സോ ഈ ഡൗൺ ഫോഴ്സിനെയും ഡ്രാഗിനെയും എയറോഡൈനാമിക്കലി സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കാറുകളിൽ ആക്റ്റീവ് എയറോ അല്ലെങ്കിൽ ഈ മൂവ്മെന്റ് ഓഫ് ഫ്രണ്ട് ആൻഡ് റിയർ ഫ്ലാപ്സ് ഡ്രൈവേഴ്സ്. സോ ഒരു കാറ് ഒരു ടേൺ എടുക്കാൻ നേരത്ത് അതിന്റെ ഫ്ലാപ്സ് അടയുന്നത് കാണാം. സോ ആ ഫ്ലാപ്സ് അടയുമ്പോൾ കാറിന് മുകളിലൂടെ പോകുന്ന കാറ്റ് അതിൽ തട്ടുകയും ഈ തട്ടുന്നത് വഴി ഡൗൺ ഫോഴ്സും ഡ്രാഗും അവിടെ രൂപീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഡൗൺ ഫോഴ്സ് കാരണം കാറ് കൂടുതൽ താഴത്തോട്ട് തന്നെ ഒട്ടി നിൽക്കുകയും കൂടുതൽ ഗ്രിപ്പ് ലഭിക്കുകയും ചെയ്യും. ഡ്രാഗ് കാറിന്റെ സ്പീഡ് കുറയ്ക്കുമെങ്കിലും ഒരു കോർണറിലോട്ട് വരാൻ നേരത്ത് കാർ ഇതിനോടകം തന്നെ ബ്രേക്കിംഗ് സോണിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ സ്പീഡ് കുറയുന്നത് അവിടെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറത്തില്ല. മറിച്ച് കിട്ടുന്ന അധിക ഗ്രിപ്പ് കാരണം കാർ കൂടുതൽ വേഗത്തിൽ ആ കോർണറിലൂടെ പോകാനും പറ്റും. അത് കഴിഞ്ഞ് സ്ട്രെയിറ്റ് റോഡിലോട്ട് ചെല്ലാൻ നേരത്ത് ഈ ഫ്ലാപ്പ് ഓപ്പൺ ആവുന്നത് കാണാം. സോ ഈ ഫ്ലാപ്പ് ഓപ്പൺ ആവുമ്പോൾ ആ കാറ്റിന് ആ ഓപ്പൺ ആയിരിക്കുന്ന ഗ്യാപ്പിലൂടെ പോകാൻ പറ്റുകയും ഡൗൺ ഫോഴ്സും ഡ്രാഗും അവിടെ കുറയ്ക്കുകയും ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ കാറിന് വളരെ വേഗത്തിൽ കൂടുതൽ സ്പീഡിൽ മുൻപിലോട്ട് പോകാൻ പറ്റും. സോ ഇതുകൂടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള F1 റിലേറ്റഡ് വിശേഷങ്ങളും അതിന്റെ ബേസിസും അറിയാനായിട്ട് എൻ്റെ ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ അപ്ഡേറ്റ്സ്.